ഫേവറേറ്റ് കളർ ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ബ്ലാക്ക്, റെഡ് അങ്ങനെയൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കളർ ഇത്രയും ഭംഗിയാണെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഈ സാരി ഞാൻ കണ്ടപ്പോൾ ഇത്രയും ഭംഗി ഉടുത്ത് കഴിയുമ്പോൾ ഇത്രയും ഭംഗിയായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അത്രയും ഭംഗിയാണ് ഈ ഒരു സാരി ഉടുത്ത് വന്നപ്പോൾ. ആൻഡ് റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ആൻഡ് അപ്പർ ബോർഡർ കുറച്ചൊന്ന് സ്മോളായിട്ടും ലോവർ ബോർഡർ അത്യാവശ്യം ബ്രോഡായിട്ടും വന്നിരിക്കുന്ന ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന. ആ ഒരു ഫ്ലോറൽ ലൈൻ, ഒരു പേസ്ലിയുടെ ഒക്കെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് നമുക്ക് വന്നിട്ടുള്ളത്. കോപ്പർ സറിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കോപ്പർ സറി ആൻഡ് ത്രെഡിൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് നമുക്ക് അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബോഡി സോളിഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ബോർഡറാണ് ഇതിലൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാരിയും കൂടെയാണ് കേട്ടോ. ആൻഡ് ഇത് പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ ഒരു ഷോർട്ട് പല്ലുവാണ് വിത്ത് ഫുള്ളി ബ്രൊക്കേഡ് സ്റ്റൈലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബ്ലൗസ് പീസിന് നമുക്ക് വർക്ക് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ അത്രമാത്രം ബ്രൊക്കേഡിലാണ് ഈ ഒരു ബ്ലൗസ് പീസും നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിന് ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന പോർഷൻ ആണെങ്കിലും നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയും കൂടെയാണ്. സെമി സിൽക്കിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പം ഈ ഒരു സാരി പ്രീ ഓർഡർ കാറ്റഗറിയിലും കൂടെയാണ്. ബൾക്കായിട്ട് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. ആൻഡ് കോഡ് വരുന്നത് NN103 എന്ന കോഡിൽ 1499 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇന്ന് കുറച്ച് ബൾക്ക് കളേഴ്സിൻ്റെ സാരീസ് കളക്ഷനാണ് നോക്കാൻ പോകുന്നത്. അപർണ, ഒരുമിച്ചെടുക്കാം. ഓക്കെ, സെമി ടെസറിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി ആണ്. അതെ, ഫുള്ളായിട്ട് ഹാൻഡ് എംബ്രോയിഡറിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഗ്രീനിലാണ്. ആൻഡ് ഒരു പല്ലു പോർഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളി ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു കാന്തയുടെ ഒക്കെ വീവിങ് സ്റ്റൈൽ ആൻഡ് ലേസി ഡേസി അങ്ങനത്തെ ഹെറിൻ ബോൺ അങ്ങനത്തെ കുറേ ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ഫ്ലോറൽ ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് എല്ലാത്തിനകത്ത് നമുക്ക് ആ ഒരു ബോർഡർ വരുന്ന ആ ഒരു ബേജ് കളർ കോമ്പിനേഷൻ ആണല്ലേ. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം ആ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ തന്നെ വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ്. ബോർഡറിൽ നമുക്ക് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബ്ലൂവിനകത്ത് നമുക്ക് സെയിം വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. എല്ലാത്തിനകത്തും സിമിലർ ആയിട്ടുള്ള പാറ്റേൺ മൾട്ടി കളേഴ്സിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കാന്തയുടെ ഒരു ഹൈലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. കാന്ത ബുള്ളിയൻ നോട്ട്സിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വർക്ക് കമ്പയർ ചെയ്യുമ്പം ഇച്ചിരി അഫോർഡബിൾ റേഞ്ചിൽ വന്നിട്ടുള്ള സാരിയാണ്. ആൻഡ് സെക്കൻഡ് ലുക്ക് വരുന്നത് ഈ ഒരു ബ്ലൂ വിത്ത് ബേജ് ഷെയ്ഡാണ്. ഇങ്ങനത്തെ സാരീസ് ഉണ്ടല്ലോ നമുക്ക് കാഷ്വൽ പ്ലീസ് ഇടുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഒരു പ്രീമിയം ലുക്ക് കിട്ടും. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് വർക്ക് വരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ബോർഡർ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒരു കാഷ്വൽ പ്ലീറ്റ്. ഇപ്പം ഓൺ ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാനാണെങ്കിലും ഒരേപോലെ നല്ല പ്രത്യേകിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരി ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. അതെ, ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം ആ ഒരു പാറ്റേണിൽ തന്നെ വിത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൂടെ ആ ഒരു ബോർഡറിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്ന രണ്ട് കളേഴ്സ് ഇതാട്ടോ. ഇതൊരു പർപ്പിൾ, ഒരു ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. എല്ലാം നല്ല കളേഴ്സ് ആണ്. പ്രത്യേകിച്ച് എല്ലാ സ്കിൻ ടോണിനും നമുക്ക് ഒരേപോലെ മാച്ച് ആവുന്ന കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. യങ്സ്റ്റേഴ്സിനെക്കാളും എനിക്ക് പ്രിഫർ ചെയ്യുന്നത് അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അതിൽ നിന്നും കുറച്ചുകൂടെ ഡാർക്ക് കുറച്ചും കൂടെ ഒരു ഡാർക്ക് പാലറ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു പോർഷൻ ആണ് നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് വിത്ത് ആ ഒരു സീക്വൻസ് വർക്ക്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങിലാണ് ബ്ലൗസ് പീസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് GAR 104 എന്ന കോഡിൽ 4649 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ബനാറസി സിൽക്ക് സാരീസ് നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അല്ല മോർണിംഗ് കല്യാണത്തിനൊക്കെ നമുക്ക് വെയർ ചെയ്ത് പോകുന്ന രീതിക്കാണ് ഈ ഒരു സാരീസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസിൻ്റെ ബനാറസി വീവിങ് സ്റ്റൈലാണ് ഫുള്ളി ആ ഒരു സറി വീവിങ് സ്റ്റൈൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അപ്പറിലും ലോവറിലും ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതിനെ
ഹൈലൈറ്റ് ചെയ്തിട്ട് സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് ആ ഒരു ത്രെഡിൻ്റെയും സറിയുടെയും വീവിങ് സ്റ്റൈൽ നമുക്ക് പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതിന് ഇതിൻ്റെ പല്ലു പോർഷൻ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ബ്രൊക്കേഡ് സ്റ്റൈലിലാണ് ഗോൾഡൻ സറി വീവിങ് സ്റ്റൈൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫ്ലോറൽ ആൻഡ് ജോമെട്രിക് പാറ്റേണിലാണ് ആ ഒരു പല്ലു പോർഷൻ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഒരു ഫ്യൂ മോർ കളർ ഷീറ്റ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. എല്ലാത്തിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള പ്രിൻറ്റ് സറിയുടെ വീവിങ് പാറ്റേൺ ആണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് അപ്പറിലും ലോവറിലും ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആ ഒരു ഗോപിയുടെ ഒരു ട്രീയുടെ ഒക്കെ ഒരു സിമിലർ പാറ്റേണിലാണ് ആ ഒരു സറിയുടെയും ത്രെഡിൻ്റെയും വീവിങ് സ്റ്റൈൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു ബ്ലൗസ് പീസ് തന്നെയാണ്. ബ്ലൗസിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു ഫിഷിൻ്റെ ഒക്കെ ഒരു സ്കെയിൽസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ്. ആ ഒരു വീവിങ് സ്റ്റൈൽ നമുക്ക് കുറച്ചുകൂടെ ക്ലോസിൽ വന്ന് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ആൻഡ് അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബൂട്ടാസിൻ്റെ വീവിങ് സ്റ്റൈലിലൂടെ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ് നമുക്ക് വരുന്നുണ്ട്. ഒരു ഹാഫ് സ്ലീവ് ഒക്കെ എടുത്ത് പ്ലേസ് ചെയ്യുവാണെങ്കിലും ആ ഒരു ഈ ഒരു ബോർഡർ നമുക്ക് ആ ഒരു സ്ലീവ്സിൻ്റെ പോർഷനിൽ പ്ലേസ് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നോക്കാം. ഒന്ന് ബ്രൈറ്റർ ഷെയ്ഡാണ്. ആൻഡ് റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു സ്റ്റൈലാണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ആ ഫുള്ളായിട്ട് ഗോൾഡിൻ്റെ ആ ഒരു ബൂട്ടാസിൻ്റെ സറി വീവിങ് സ്റ്റൈൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഒരു ഗോൾഡ് ജ്വൽസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തിട്ടാലും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ത്രെഡിൻ്റെയൊക്കെ പെയറിങ്ങിൽ നമ്മൾ ജ്വൽസ് പെയർ ചെയ്തിട്ടാലും നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ പല്ലു പോർഷൻ നോക്കുവാണെങ്കിൽ ഒരു ഷോർട്ട് പല്ലു വിത്ത് ആ ഒരു ഫുള്ളി ബ്രൊക്കേഡ് സറിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ്. എല്ലാത്തിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു പല്ലു പോർഷൻ നോക്കുവാണെങ്കിൽ റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ പല്ലു. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമുക്ക് സെയിം കളറിൽ തന്നെ ആ ഒരു ബ്ലൗസ് പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു പാറ്റേണിലും ബ്ലൗസ് പീസ് ഇടുവാണെങ്കിലും അതും നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും. ആൻഡ് ഇതാണ് കേട്ടോ സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. ആ ഒരു പല്ലുവിൻ്റെ പോർഷനാണ് കുറച്ചൊന്ന് റിച്ച് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഡാർക്ക് ബർഗണ്ടി ഷെയ്ഡാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റാണ്. ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ചേരുന്നൊരു ഷെയ്ഡ്സും കൂടെയാണ്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഇതിൻ്റെ പല്ലു പോർഷൻ ഇതാണ് കേട്ടോ. ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് YNG581 എന്ന കോഡിൽ 4899 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.hub.store.